നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയദാനം, മഞ്ഞിൽ സമാധാനമാർഗം. 770 ഏതേതു ദ്രോഹമെന്നാലും 770 ഏതേതു ദ്രോഹമെന്നാലും എന്തും മറന്നൊന്നു ചേരാം നമുക്കീശന്റെ മനസ്സോടു ചേരാം. ഈശന്റെ മനസ്സോടു ചേരാം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയദാനം, മഞ്ഞിൽ സമാധാനമാർഗം. ശാപം ചുരിഞ്ഞിടുവൂരിൽ സ്നേഹം തിരിച്ചൊഴുക്കേണം. ശാപം ചുരിഞ്ഞിടുവൂരിൽ സ്നേഹം തിരിച്ചൊഴുക്കേണം. ദൈവം പൊറുക്കുന്ന പോലെ നമുക്കപരന്റെ പാപം ക്ഷമിക്കാം. അപരന്റെ പാപം ക്ഷമിക്കാം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയദാനം, മഞ്ഞിൽ സമാധാനമാർഗം. ക്രൂശിൽ നാഥനണയ്ക്കും യാഗം ഫലമണിഞ്ഞിടാം. ക്രൂശിൽ നാഥനണയ്ക്കും യാഗം ഫലമണിഞ്ഞിടാം. മാപ്പേകിയോതുന്ന വാക്യം നമുക്കന്യോന്യമേറ്റേറ്റു ചൊല്ലാം. അന്യോന്യമേറ്റേറ്റു ചൊല്ലാം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയദാനം, മഞ്ഞിൽ സമാധാനമാർഗം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയദാനം, മഞ്ഞിൽ സമാധാനമാർഗം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അധ്യായം 1. ജീവന്റെ വചനം. ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്.
ഞങ്ങൾ ഇതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ദൈവം പ്രകാശമാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. കർത്താവിൻ്റെ വചനം.